മഴയത്ത് പോകും. എനിക്കിവിടെ നിൽക്കാൻ സമയമില്ല. ഞാൻ ചോറൊക്കെ എടുക്കും. കുളിക്കണ്ടല്ലോ. വലിയ എഴുതിയാൽ മതി. തല എടുക്കണ്ട കേട്ടോ. ഹലോ, അമ്മൂടെ അമ്മയല്ലേ? അതെല്ലോ. മോൾക്ക് നല്ല സുഖമില്ലല്ലോ. ചെറുതായിട്ടല്ല കേട്ടോ, നന്നായി കുട്ടിക്കോളൂ. ഡോക്ടറെ കണ്ടിട്ട് വീട്ടിലെ റെസ്റ്റ് എടുത്തോ. ഇങ്ങനെ ക്ലാസ്സിൽ ഇരുത്താൻ പറ്റില്ല. എല്ലാ പേരൻസ് മീറ്റിങ്ങിനും നിങ്ങളെടുത്ത് പറയുന്നതല്ലേ കുട്ടികളെ അസുഖമാണെങ്കിൽ ക്ലാസ്സിൽ വിടരുത്. അല്ല, ഇവിടെ കാരണം ക്ലാസ്സിൽ ഇരുത്താൻ പറ്റില്ല. നല്ല ബുദ്ധിമുട്ടുണ്ട്. സ്റ്റാഫ് റൂമിൽ ഇരുത്തിയിട്ട് കുട്ടിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ കുട്ടീന്റെ അവസ്ഥ ഒന്ന് വന്ന് നോക്കൂ. ഓക്കെ, ബാക്കിയുള്ളവർ ശ്രദ്ധിച്ചേ. അപ്പൊ എന്താണ് ലാസ്റ്റ് ക്ലാസ്സിൽ നമുക്കറിയാം നമ്മൾ എടുത്തിരിക്കുന്നത് പകരുന്ന രോഗങ്ങളും പകരാത്ത രോഗങ്ങളും എന്ന് പറയുന്ന ടോപ്പിക്കാണ് അല്ലേ? അവിടെ ഇരുന്നാലും മഴയത്തൊക്കെ പോയി ഞാൻ അവിടെ ഇല്ലതായിരുന്നു. ഹോസ്പിറ്റൽ
ഓക്കെ, ബാക്കിയുള്ളവർ ശ്രദ്ധിച്ചേ. അപ്പൊ ടോയ്ലറ്റില് എല്ലാ ദിവസവും പറയും ചോദിക്കരുത്. ഇന്റർവൽ സമയത്ത് ഇത് നിങ്ങൾക്ക് എന്താ പരിപാടി? ഇന്റർവൽ ടൈമിൽ പോയാൽ മതി ടോയ്ലറ്റിലൊക്കെ. ഓക്കെ, അപ്പൊ ഞാൻ കുറച്ച് രോഗങ്ങളുടെ പേര് എഴുതിയിട്ടുണ്ട് ബോർഡില്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ രോഗങ്ങളെ പകരുന്ന രോഗങ്ങൾ, പകരാത്ത രോഗങ്ങൾ എന്ന് പറഞ്ഞിട്ട് തരഞ്ഞിരിക്കണം. എല്ലാ ദിവസവും ഇതാ ഒരു അസുഖക്കാരില്ല. അപ്പൊ അത് കഴിഞ്ഞിട്ട് വെല്ലടി എന്നാലും പാടല്ലോ. വരാതിരിക്കാവുന്ന ആ ഭാഗം നമുക്ക് ഇതുപോലെയുള്ള ചെറിയ ചെറിയ സ്കിറ്റുകളോ നാടക രൂപത്തിലൊക്കെ അവതരിപ്പിച്ചാൽ കുട്ടികളുടെ അതുപോലെ രോഗങ്ങൾ പകരുന്നവ പകരാത്തവ വേർതിരിക്കലും കുട്ടിക്ക് ഒരു ചെറിയൊരു അസുഖമായ ഒരു സീനൊക്കെ നമ്മൾ ചിത്രീകരിക്കുമ്പോൾ കുട്ടികൾ ഒന്നും കൂടി ആ ഒരു വിഷയത്തിലേക്ക് കൂടുതൽ ആഴത്തിൽ വരാൻ സാധിക്കുമെന്നാണ് തോന്നുന്നത്.